നമസ്കാരം. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ സിനിമ ഇന്നിപ്പോ റിലീസായിരിക്കുകയാണ്. വലിയ രീതിയിൽ ഹൈപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ സിനിമ പുറത്തിറങ്ങി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പോസിറ്റീവായിട്ടുമുണ്ട്, നെഗറ്റീവായിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഒരു ഹിന്ദു സഹോദരി, ജയ പിള്ള എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരി 5ഓളം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജയാപിള്ള എന്ന് പറയുന്ന സഹോദരി ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മളത് ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സിനിമ യഥാർത്ഥത്തിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന, നമ്മൾക്കറിയാലോ പൃഥ്വിരാജിന്റെ ഒരു മൈൻഡ്, പുള്ളിക്കാരൻ വലിയ രീതിയിലുള്ള ഒരു സംവിധായകനാണെന്നുള്ള രീതിയിൽ ഒരു പ്രചരണം കൊടുക്കുന്ന ഒരാളാണ്. കഴിവുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വലിയ രീതിയിൽ തന്നെ കുത്തി നിറക്കാൻ എപ്പോഴും അങ്ങനെയുടെ സിനിമയിൽ കാണിക്കാറുണ്ട്. ഇപ്പോ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രീതി അങ്ങനെയാണ്. ഈ സിനിമയിലും അത് വലിയ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാരണം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ഒരു ഭീകരമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള, ഒരു ഭീകര സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുള്ള രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലൊരു തർക്കമില്ല. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒന്നുമില്ല. പക്ഷെ നമ്മൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പേര് പറഞ്ഞില്ലെങ്കിലും ഒരു ശൈലി അല്ലെങ്കിൽ ഒരു രീതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രചരണങ്ങൾ, BJP വിരുദ്ധരായിട്ടുള്ള ആളുകൾ നടത്തുന്ന പ്രചരണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ കൃത്യമായിട്ട് അത് വലിയ രീതിയിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഫോക്കസിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ കെ സുരേന്ദ്രൻ, BJPയുടെ നേതാവായിട്ടുള്ള കെ സുരേന്ദ്രൻ 35 സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ കേരളത്തിൽ അധികാരം പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ ഡയലോഗുകൾ ഈ സിനിമയിലുണ്ട്. രണ്ടാമത്തത് ഡാം തുറക്കുന്ന ഒരു വിഷയം. ഒരു 4 ഷട്ടർ തുറക്കുന്ന സമയത്ത് തന്നെ കേരളം വലിയ രീതിയിൽ പ്രളയത്തിലായിപ്പോയ ഒരു സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. അതപ്പോ ആ ഡാം അങ്ങോട്ട് തകർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കേരളം തന്നെ ഇല്ലാതെയാകും എന്നുള്ള തരത്തിലേക്കുള്ള ഒരു വലിയ രീതിയിലുള്ള കമന്റുകളൊക്കെ, അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ഈ സിനിമയിലുണ്ട് എന്നുള്ള ഒരു പ്രചരണം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു സിനിമാ താരം, ഇങ്ങേരുടെ ഒരു ലക്ഷ്യം എന്താണ്? ഇങ്ങേര് എടുക്കുന്ന പടങ്ങൾ പൂർണ്ണമായിട്ടും ഈ രീതിയിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് പോകുന്നതാണ്. ആരെയാണ് ഈ സുഖിപ്പിക്കാൻ നോക്കുന്നത്? നമ്മൾ കൃത്യമായിട്ടറിയാം. ഇതിൽ കമന്റുകൾ ഇട്ടുകൊണ്ട് സംഘികൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി കൊടുത്തു, സംഘികളെ അങ്ങനെ ചെയ്തു, സംഘികളെ നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജിന് ജയ് വിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സുഡാപ്പികളുടെ ഒഴുക്കാണ്. ഇപ്പൊ പടം പൊളിഞ്ഞോ അല്ലെങ്കിൽ പടം വിജയിച്ചു എന്നുള്ളതിനെ സംബന്ധിക്കുന്നല്ല ചർച്ച. സംഘികളുടെ അണ്ണാക്കിലടിച്ചു എന്നുള്ള രീതിയിലാണ് ഇവർ നിരന്തരമായിട്ട് കമന്റുകൾ ഇടുന്നത്. കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എന്തോ ഈ BJP ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പരാജയപ്പെട്ടാൽ, ഇപ്പൊ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ട സമയത്ത് ഇവിടുത്തെ സുഡാപ്പികൾ അതൊരു ആഘോഷമായിട്ട് എടുത്തിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ആഘോഷം, ആ രീതിയിലൊക്കെയുള്ള ഒരു ആഘോഷമാണ് ഈ എമ്പുരാൻ സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇതിന്റെ കമന്റുകളായിട്ട് ഇവിടുത്തെ സുഡാപ്പികൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി ഈ സിനിമയിലൂടെ ലക്ഷ്യം വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെയാണ്. അതിൽ തർക്കമില്ല. ഇവിടെ ഗുജറാത്ത് കലാപത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഗുജറാത്ത് കലാപം എങ്ങനെയാണ് ഈ രാജ്യത്തുണ്ടായത്? ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? ഗോദ്രയിൽ നടന്നിട്ടുള്ള ആ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കുന്നത് ആരാണ്? അതിൽ അഹമ്മദാബാദ് കോർപ്പറേഷനിലെ 6 കോൺഗ്രസിന്റെ കൗൺസിലർമാർ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും ജയിലിൽ കിടക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചിട്ട്. അപ്പോ കൃത്യമായിട്ട് ഇവിടെയുള്ള സുഡാപ്പി ഭീകരന്മാര് അവര് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും കയറി കൂടിയിട്ടുണ്ട്. ഇവര് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു വിഷയത്തെ പോലും, അത് 2002 കഴിഞ്ഞ സംഭവത്തെ പോലും ഇന്ന് ഈ 2025 കേരളത്തിൽ ചർച്ചയാക്കുന്ന തരത്തിൽ താൻ ഒരു സിനിമ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ വെറും അനാവശ്യമായിട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ കുത്തി നിറച്ചുകൊണ്ടും, അതോടൊപ്പം തന്നെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില കമന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇത് വലിയൊരു നെഗറ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്ന ആളുകളാണ് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നതും. ഇനി കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി BJP ആണല്ലോ. അത് കോൺഗ്രസും മറ്റുള്ള ഈ പറഞ്ഞ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം തന്നെ BJP ഇത് വലിയ രീതിയിൽ തന്നെ അധികാരം പിടിക്കുമെന്നുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, ഈ രീതിയിൽ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു സംവിധായകൻ താനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംവിധായകൻ എന്നുള്ള രീതിയിലേക്ക് ഇവിടുത്തെ BJP മുന്നോട്ട് വെക്കുന്ന, സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ
അത് ഈ രാജ്യത്തിന് ദോഷമാണ് എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കുക, ഒരു കൃത്യമായിട്ട് കള്ളം പ്രചരിപ്പിക്കുക. ഇത് ആരെയാണ് സുഖിപ്പിക്കാനായിട്ട് നോക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള സാമാന്യ ബോധമെല്ലാം ഈ നാട്ടിൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു ഹിന്ദു സഹോദരി ജിയാപിള്ള എന്ന് പറയുന്ന സഹോദരി ഈ കമന്റുകൾ, ഇതിന്റെ ഇങ്ങനെയുള്ള സംഭവം സിനിമയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇനിയിപ്പോ നമ്മളിത് പോയിട്ട് കാര്യമില്ല. കാരണം പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കയ്യിലെ കാശ് കളയേണ്ട കാര്യമില്ലല്ലോ, അതിന്റെ ആവശ്യമുണ്ട്? ഒരിക്കലുമില്ല. പൃഥ്വിരാജിന്റെ മുരളി ഗോപിയുടെ ഒക്കെ രാഷ്ട്രീയം, അവർക്ക് പല രാഷ്ട്രീയം ഉണ്ടാവും, പല രീതിയിലുണ്ടാവും, പലരും സുഖിപ്പിക്കാനായിട്ട് നോക്കും. അത് കാണാനായിട്ട് തന്റെ കയ്യിലെ കാശ് കളയാനുള്ള താല്പര്യം അവർക്കില്ല. അതിന്റെ പേരിൽ അവര് ടിക്കറ്റുകൾ മുഴുവൻ ക്യാൻസൽ ചെയ്തിട്ട് അവര് ഫേസ്ബുക്കിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ തിരിച്ചടി. ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൽ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടാവും. ഇവിടെ രാഷ്ട്രീയവൽക്കരിക്കുക, ഒരു സിനിമയെ രാഷ്ട്രീയവൽക്കരിക്കുക, ഒരു സിനിമയെ മുൻനിർത്തിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയക്കാരെ അപമാനിക്കുക, ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇതിൻ്റെ ഒന്നും യാതൊരു കാര്യം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്രയോ സംവിധായകന്മാർ ഏതെല്ലാം തരത്തിലുള്ള സിനിമകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിൽ കൃത്യമായിട്ട് രാഷ്ട്രീയം കുത്തി നിറച്ചുകൊണ്ട് ഇതുപോലുള്ള വികൃതമായിട്ടുള്ള നിലപാടുകൾ ചെയ്യും. നമ്മുടെ ചരിത്രമെല്ലാം നമ്മൾ പലപ്പോഴായിട്ട് പല സിനിമകളായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇത് ചരിത്രത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്ന തരത്തിലേക്കുള്ള തന്റെ രാഷ്ട്രീയ സ്വഭാവം ഒരു തന്റെ സിനിമയിലൂടെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പൃഥ്വിരാജ് ശ്രമിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ് ഈ കമന്റുകളിലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളിലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിന് ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ ആ സഹോദരി എടുത്തിരിക്കുന്ന തീരുമാനം അത് എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു സംഭവമാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. കാരണം ആ രീതിയിലാണ് ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജിയാപിള്ള എന്ന് പറയുന്ന ഈ സഹോദരി തന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റ് കണ്ടതോട് കൂടിയിട്ട് തന്നെ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്ന കമന്റുകൾ, അത് സുഡാപ്പികൾ പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ പറയുമ്പോൾ നമ്മൾക്കറിയാം എന്താണ് അവരുടെ ലക്ഷ്യം. അവര് ഹമാസിനെ പോലും പിന്തുണക്കുന്ന ആളുകൾ വലിയ രീതിയിൽ തന്നെ വന്നുകൊണ്ട് കമന്റുകൾ ഇടുന്നു, ഇത് സംഘികളിലെ അണ്ണാക്കിൽ കൊടുക്കുന്ന സിനിമയാണെന്ന രീതിയിൽ. അതോടൊപ്പം തന്നെ ഖത്തറിൽ നമ്മുടെ രാജ്യത്തിന്റെ 5 നാവികന്മാരെ തൂക്കിക്കൊല്ലാൻ വധശിക്ഷക്ക് വിധിച്ച സമയത്ത് അന്ന് ഖത്തറിന് ജയ് വിളിച്ച് ഖത്തർ ലവ്, ഖത്തർ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഖത്തറിന് ജയ് വിളിച്ച ആളുകൾ വന്നിട്ട് ഈ പറയുന്ന പൃഥ്വിരാജിന് ഇതിൽ വന്ന് ജയ് വിളിക്കുന്നു. കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട സമയത്ത് ഇവിടെ ആഘോഷമാക്കി സോഷ്യൽ മീഡിയയിൽ ജയ് വിളിച്ചിരുന്ന, അല്ലെങ്കിൽ പുള്ളിക്കാരനെ അപമാനിച്ചുകൊണ്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള കമന്റുകൾ ഇട്ടിരുന്നവന്മാർ പൂർണ്ണമായിട്ടും ഈ സിനിമക്ക് അനുകൂലമായിട്ട് വന്ന് കമന്റുകൾ ഇടുകയും സംഘികള് അല്ലെങ്കിൽ RSSും BJPക്കും എതിരെ വന്ന് കമന്റുകൾ ഇടുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, രാജ്യവിരുദ്ധർക്ക് വലിയ രീതിയിലുള്ള ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ. അതുകൊണ്ടാണ് ഈ സുഡാപ്പിൽ ഇതുപോലെ ഒന്ന് കമന്റുകൾ ഇടുന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്കുക, ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്ന ഒരു രീതിയിലേക്ക് ഒരു സിനിമ ചിത്രീകരിച്ച് ഇറക്കാനായിട്ട് പൃഥ്വിരാജിന് മാത്രമേ ഇന്ന് സാധിക്കുള്ളൂ. കാരണം ഇതുപോലെയുള്ള ഒരു മാനസികാവസ്ഥ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്? പുള്ളി അതും ലാലേട്ടനെ പോലെയുള്ള ഒരു താരത്തെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു മനോഭാവം കൂടി മനസ്സിലാക്കാതെ ഇത് വലിയ രീതിയിലുള്ള ഒരു വികൃതമായിട്ടുള്ള രീതിയിൽ ചർച്ചകൾ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയെ ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട് പൃഥ്വിരാജിന് മാത്രമേ സാധിക്കുള്ളൂ. എങ്ങനെയാണെങ്കിലും ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത പ്രിയ സഹോദരിക്ക് എല്ലാവിധ ആശംസകളും. ജയ് ഹിന്ദ്.